രാഹുൽ ഗാന്ധിയെ സമ്മതിക്കണം കേട്ടോ. ഇതുപോലൊരു നേതാവ് ഇപ്പൊ ഇന്ത്യയിൽ ഇല്ല. അയാൾ ഈ വോട്ടറധികാർ യാത്ര എന്നും പറഞ്ഞിട്ടേ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത്. അദ്ദേഹവും ഈ തേജസ്വി യാദവും യാത്രക്കിടയിൽ വോട്ടവകാശം നഷ്ടപ്പെട്ട ആളുകളെ കാണുന്നു, തൊഴിലാളികളെ കാണുന്നു, കർഷകരെ കാണുന്നു, ചെറുപ്പക്കാരെ കാണുന്നു, വിദ്യാർത്ഥികളെ കാണുന്നു, സ്ത്രീകളെ പ്രത്യേകം കാണുന്നു, അവരുമായിട്ടൊക്കെ സംവദിക്കുന്നു. അത് മാത്രമാണോ, രാഹുൽ ഗാന്ധി ഇതിനിടയ്ക്ക് ഓരോ പാടങ്ങളിൽ ഇറങ്ങുന്നു, അവിടെ ഞാറ് നടന്നു, തൊഴിൽശാലകൾ സന്ദർശിക്കുന്നു, അവിടുത്തെ പണിക്കാരുടെ കൂടെ അവർ ചെയ്യുന്ന ജോലികളിൽ ഭാഗവാക്കാവുന്നു. അങ്ങനെ ഇളക്കി മറിച്ചുകൊണ്ടാ ബീഹാറിന്റെ മനസ്സിനെ ഇളക്കി മറിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്നത്. ഒരു വലിയ വികാരമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ബീഹാറിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ ബീഹാർ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജാതി രാഷ്ട്രീയമാണ്, കാസ്റ്റാ. അതിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കളും തെരഞ്ഞെടുപ്പ് വിജയവും ഭരണകൂടങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ്. പക്ഷെ ആ സ്ഥാനത്തേക്ക്, ഈ ജാതി രാഷ്ട്രീയം എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് നമ്മുടെ ജനാധിപത്യ അവകാശങ്ങളെ കുറിച്ചൊരു ബോധം ജനങ്ങളിൽ ഉണ്ടാക്കുന്നതിന് രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് വലിയ തോതിൽ സാധിച്ചിട്ടുണ്ട്. 100% ആ ലക്ഷ്യത്തിലെത്തിയെന്നൊന്നും ഞാൻ പറയത്തില്ല. നമ്മൾ അവിടുന്ന് കിട്ടുന്ന വിവരങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ തോന്നുന്ന ചില കാര്യങ്ങളാണ്. ഇപ്പോഴവര് നമ്മുടെ ഏറ്റവും പരമപ്രധാനമായ പവിത്രമായ വോട്ടവകാശം പോലും നഷ്ടപ്പെടുമോ എന്നുള്ളൊരു സംശയം അവരിൽ ഉണ്ടായിരിക്കുക. ബീഹാറിലെ ഗ്രാമീണരൊന്നും വലിയ ധനികരൊന്നുമല്ല. കൊച്ചു കൊച്ചു തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരെ, കൃഷിക്കാര്, കർഷക തൊഴിലാളികള്, അത്യാവശ്യം ഒരു ഇടത്തരം കർഷകര്, അങ്ങനെയുള്ള ആളുകളാ. അവര് വലിയ സമ്പന്നന്മാരൊന്നുമല്ല. അവര് അദാനിയെപ്പോലും അംബാനിയെപ്പോലും ഒന്നും പണമുള്ളവരൊന്നുമല്ല. അവർക്കൊക്കെ അറിയാം. പക്ഷേ ഈ മോഡി സർക്കാർ സംരക്ഷിക്കുന്ന അവരുടെ താല്പര്യങ്ങൾ അംബാനിയുടെയും അദാനിയുടെയും ഒക്കെ താല്പര്യങ്ങളാണെന്ന്. പക്ഷെ ഒന്നും ചെയ്യാൻ നിർവാഹമില്ല. പക്ഷെ അവർ വളരെ വിലപ്പെട്ടതായിട്ട് കാണുന്നതാണ് ഈ വോട്ടവകാശം. അത് തട്ടിയെടുക്കുമോ എന്നുള്ള ഒരു ആശങ്ക, വോട്ട് കൊള്ള ചെയ്യുമോ, വോട്ട് മോഷ്ടിക്കുമോ, ആ ഒരു ചിന്ത ഇപ്പോഴ് ബീഹാറിലെ ജനങ്ങൾക്കിടയിൽ വളർന്നു വന്നിരിക്കുക. അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. ജാതി രാഷ്ട്രീയത്തിന്റെ സ്വാധീനം നഷ്ടപ്പെട്ടതൊന്നും പറയുന്നില്ല, അത് കുറെ സമയമെടുക്കും. പക്ഷെ ആ സ്ഥാനത്തേക്ക് നമ്മുടെ വോട്ടവകാശത്തെ കുറിച്ചുള്ള, നമ്മുടെ അവകാശങ്ങളെ കുറിച്ചുള്ള ഒരു ബോധ്യം, തോന്നൽ, അതിനെക്കുറിച്ചുള്ള ഒരു ആശങ്കയൊക്കെ ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കുന്നു. അതാണ് ഈ വോട്ടർ അധികാർ യാത്ര ഉണ്ടാക്കിയ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ 65 ലക്ഷത്തോളം വോട്ടുകൾ വെട്ടിമാറ്റപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. അതിൽ ബഹുഭൂരിപക്ഷവും ഈ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവരാ. ദളിതര്, യാദവര്, മുസ്ലിങ്ങള്, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകള്, ഇവരുടെയൊക്കെയാ അവരുടെ വോട്ടാ പോകുന്നത്. അവർക്ക് ആകെ കൂടെ നമ്മുടെ ഈ ജനാധിപത്യ സംവിധാനത്തിൽ അഭിമാനിക്കാൻ, അല്ലെങ്കിൽ നമ്മുടേത് എന്ന് പറയാൻ വിലപ്പെട്ട ഒരു വസ്തു എന്ന് പറയുന്നത് നമ്മുടെ വോട്ടവകാശമാണ്. അതാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് കൂടുതലായിട്ട് പോയിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ ഈ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയാ. അതിപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട്. ഈ വോട്ടർ അധികാർ യാത്ര കൊണ്ടുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം അതാണ്. നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, 2-3 മാസത്തിനകം ഈ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അവിടെ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന BJPക്കും JDUവിനും വലിയ ഭീതി അല്ലെങ്കിൽ പേടി ഈ വോട്ടധികാർ യാത്രയെ തുടർന്ന് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കേസും വൈദ്യുതി നിഷേധിക്കുന്നതും ഒക്കെ അതിന്റെ ഒരു തെളിവുകളാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ബീഹാർ രാഷ്ട്രീയത്തിൽ വലിയ ഗുണപരമായ മാറ്റം ഉണ്ടാക്കും ഈ യാത്ര എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതൊരു പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളുടെ ഒരു തുടക്കമായി കൂടുന്നുമില്ല. അതായത് ബീഹാറിലെ ഈ അടിസ്ഥാന ഘടകമായി ജാതി രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യം കുറയുകയും അവിടെ ജനാധിപത്യ അവകാശങ്ങളെ കുറിച്ചുള്ള ബോധം സാധാരണ ജനങ്ങളിൽ വളർന്നു വരികയും ചെയ്താൽ സംശയിക്കേണ്ട, ബീഹാറിലെ രാഷ്ട്രീയത്തിലെ കാതലായ മാറ്റങ്ങൾ സംഭവിക്കും. ഇതിനിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഞെട്ടിക്കുന്ന ഒരു വിവരം കൂടെ പുറത്തു വന്നിട്ടുണ്ട്. അത് ചില മാധ്യമങ്ങൾ അവരുടെ അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പുറത്തു കൊണ്ടുവന്നതാണ്. അത് ഇന്നലെ രാഹുൽ ഗാന്ധി എക്സിൽ അതൊരു പോസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഗുജറാത്ത് സംസ്ഥാനത്ത് ആളുകൾക്കറിയാത്ത, വളരെ അൺനോൺ ആയിട്ടുള്ള, അജ്ഞാതരായ 10 രാഷ്ട്രീയ പാർട്ടികൾക്ക് 2019-20 മുതൽ 2003-24 വരെയുള്ള കാലഘട്ടത്തിൽ ഈ 10 രാഷ്ട്രീയ പാർട്ടികൾക്കായിട്ട്
4300 കോടി രൂപ, ലക്ഷമൊന്നുമല്ല, 4300 കോടി രൂപ അവർക്ക് സംഭാവനയായിട്ട് ലഭിച്ചു എന്നാണ് പറയുന്നത്. ഇത് കോൺഗ്രസിനോ BJPക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിക്കോ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഈ 10 പാർട്ടികൾ എന്ന് പറയുന്നത് ജനങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത പാർട്ടികളാ. അത് മാത്രമല്ല, 3 തെരഞ്ഞെടുപ്പുകളിലായിട്ട് 2019, 2014 ലോക്സഭ, 2022 നിയമസഭ, ഗുജറാത്തിലെ കാര്യമാണ്, ഈ പാർട്ടികൾ ആകെ നിർത്തിയത് 43 സ്ഥാനാർത്ഥികളാണ്. ഈ 3 തെരഞ്ഞെടുപ്പുകളിൽ 2 നിയമസഭയും 1 ലോക്സഭയും ആകെ നിർത്തിയത് 43 സ്ഥാനാർത്ഥികളാണ്. അവർക്ക് ലഭിച്ചത്, ഈ 10 പാർട്ടികൾക്കും കൂടി അവർക്ക് കിട്ടിയത് 54,069 വോട്ടാണ്. ഈ 3 തെരഞ്ഞെടുപ്പുകളായിട്ട് കിട്ടിയ വോട്ടിന്റെ കണക്കാ ഈ പറയുന്നത്. പക്ഷേ ഈ കണക്കിന്റെ മറ്റ് രസകരമായ ഒരു വശം എന്ന് പറയുന്നത്, ഈ പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ ആകെ ചെലവഴിച്ചതായിട്ട് അവരുടെ കണക്കിൽ പറയുന്നത് 39.02 ലക്ഷം രൂപ, കോടിയല്ല, മറ്റേ 4300 കോടി രൂപ സംഭാവന. അവർ തെരഞ്ഞെടുപ്പിന് ചെലവഴിച്ചത് 39.02 ലക്ഷം രൂപ. അതേസമയം അവരുടെ പാർട്ടികളുടെ ഓഡിറ്റ് അനുസരിച്ച് 3500 കോടി രൂപ ചെലവഴിച്ചിരിക്കുന്നു ഈ പാർട്ടികൾ. ആലോചിച്ച് നോക്കിയും. ഇനി ആ പാർട്ടികളുടെ പേര് കേൾക്കുമ്പോഴേ സംഗതി കൂടുതൽ കൗതുകരമായിട്ട് തോന്നും. ഒന്ന്, ലോക് ശാഹി സത്താ പാർട്ടി. ലോക് ശാഹി സത്താ പാർട്ടി 1045 കോടി രൂപ. ഭാരതീയ നാഷണൽ ദൾ 962 കോടി രൂപ. സ്വതന്ത്ര അഭിവ്യക്തി പാർട്ടി 663 കോടി രൂപ. ന്യൂ ഇന്ത്യ യുണൈറ്റഡ് പാർട്ടി, ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് എന്ന് നോക്കിയിട്ടുണ്ട്, ന്യൂ ഇന്ത്യ യുണൈറ്റഡ് പാർട്ടി 608 കോടി രൂപ. സത്യവതി രക്ഷക് പാർട്ടി 416 കോടി രൂപ. ഭാരതീയ ജൻ പരിഷത്ത് 249 കോടി രൂപ. സൗരാഷ്ട്ര ജനതാ പക്ഷ് 200 കോടി രൂപ. ജൻമൻ പാർട്ടി 133 കോടി രൂപ. മാനവാധികാർ നാഷണൽ പാർട്ടി 120 കോടി രൂപ. ഗരീബ് കല്യാൺ പാർട്ടി 138 കോടി രൂപ. അങ്ങനെ 4300 കോടി രൂപ. ഈ പണം എവിടുന്നാ വന്നത്? ഇതാരാ ചെലവഴിച്ചത്? എവിടേക്കാണ് ഈ പണം പോയത്? പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് അവർ ചെലവഴിച്ച തുക എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു തുകയാണ്. അതായത് 39.02 ലക്ഷം രൂപയാ. മൊത്തം വന്നത് 4300 കോടി രൂപ. അപ്പൊ ഈ പണം ബാക്കി എവിടോട്ട് പോയി? അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ കക്ഷികളുടെയൊക്കെ നേതാക്കന്മാരാരാ? ആരാ ഇതിനെ നയിക്കുന്നത്? ഇതിനെക്കുറിച്ച് ഇലക്ഷൻ കമ്മീഷൻ അന്വേഷിക്കുമോ? അപ്പൊ അവിടെ രാഹുൽ ഗാന്ധി വീണ്ടും ചോദിക്കുന്നുണ്ട്. നേരത്തെ ഈ വോട്ട് കൊള്ളയെക്കുറിച്ച് ചോദിച്ചപ്പോ അല്ലെങ്കിൽ പറഞ്ഞപ്പോ ഇലക്ഷൻ കമ്മീഷൻ എന്തോ പറഞ്ഞത്? സത്യവാങ്മൂലം ഒപ്പിട്ട് എഴുതി കൊടുത്തിട്ട് പരാതി പറയാനാ. ഇപ്പൊ ഇതിന്റെ കാര്യത്തിൽ അങ്ങനെ വല്ലതും വേണ്ടി വരുമോ എന്നുള്ളൊരു ചോദ്യം കൂടെ രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ രാജ്യത്ത് എന്തൊക്കെയാ നടക്കുന്നത്? നമ്മുടെ വോട്ട് കൊള്ളയടിക്കുന്നു, മോഷ്ടിക്കുന്നു, വോട്ട് മോഷണം, അതിന് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ കൂട്ടുനിൽക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. തെളിവ് സഹിതമായി പറയുന്നത്, വെറുതെ പറയുന്നതല്ല. അതുപോലെ തന്നെയാണ് ഈ 10 അറിയപ്പെടാത്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് 4300 കോടി രൂപ എവിടെ നിന്ന് വന്നു? ചെറിയ തുകയാണോ ഈ 4300 കോടി രൂപ? അത് എവിടെ നിന്ന് വന്നു? എങ്ങനെ വന്നു? ആര് തന്നു? ആര് കൊടുത്തു? ആര് ചെലവഴിച്ചു? ആരാണ് ഈ പാർട്ടിയുടെ നേതാക്കള്? ഉത്തരം പറയണ്ടേ? അന്വേഷിക്കണ്ടേ? ഇലക്ഷൻ കമ്മീഷന്റെ ജോലിയല്ലയോ? തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതല്ലയോ? ഒരുപക്ഷെ ഇതൊരു വലിയ കൊള്ളയുടെ ഒരു ഭാഗമാണ്. ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്നൊക്കെ പറയില്ലേ, മഞ്ഞുമലയുടെ ഒരറ്റം. അപ്പൊ അന്വേഷിക്കണം, കണ്ടുപിടിക്കണം. ഇതും സംഭവിച്ചിരിക്കുന്നത് ഗുജറാത്തിലാണെന്ന് ആലോചിക്കണം. എന്തുകൊണ്ടാണ് ഇതെല്ലാം ഗുജറാത്തിൽ നടക്കുന്നത്? നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗം തന്നെ അങ്ങേയറ്റം അഴിമതി ജടിലമായിട്ട് മാറിയിരിക്കുകയാണോ എന്നുള്ളൊരു സംശയമാണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്കുണ്ടാവുന്നത്. അതിനെ ശുദ്ധീകരിക്കാൻ, തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ജനാധിപത്യത്തിന്റെ വിശ്വാസ്യത തിരിച്ചുപിടിക്കുന്നതിന് അതിനുള്ളൊരു ശ്രമമാണ് ഈ വോട്ടർ അധികാർ യാത്രയിലൂടെ രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വിജയിക്കേണ്ടത് നമ്മുടെ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന്റെയും കൂടെ ആവശ്യമാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞ ഈ കേസ്, കോൺഗ്രസിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കണം എന്നുള്ള കേസ്, ആ കേസ് കൊടുത്ത മകാൻ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിന് ഇലക്ഷൻ കമ്മീഷന്റെ സൽകീർത്തി തിരിച്ചു പിടിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയുടെ വിശ്വാസ്യത വീണ്ടും തിരികെ കൊണ്ടുവരണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ
രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അതിൽ 2 ചോദ്യങ്ങൾക്ക് മറുപടി നൽകണം, കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുകയാണ് ചെയ്യേണ്ടത്. ഒന്ന്, 2024 തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച ഇലക്ട്രോണിക് വോട്ടർ പട്ടിക അത് തരാമോ? 15 മിനിറ്റ് മതി സകല തട്ടിപ്പുകളും കണ്ടെത്താൻ. അതുപോലെ തന്നെ അന്നത്തെ ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങൾ, തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് സമയം കഴിഞ്ഞ 6 മണിക്ക് ശേഷം 8% വരെ മഹാരാഷ്ട്രയിൽ പോളിംഗ് വർധനമുണ്ടായെന്നാണ് പറയുന്നത്. അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ തരുമോ? അതൊക്കെ പോയി എന്നാണ് പറയുന്നത്, അപ്രത്യക്ഷമായി. 45 ദിവസം കഴിഞ്ഞാൽ പിന്നെ അത് വെച്ചേക്കത്തില്ലെന്ന്. ഈ ചോദ്യങ്ങൾക്കാണ് സത്യത്തിൽ ഇന്നിപ്പോൾ മറുപടി വേണ്ടത്. രാജ്യം കേൾക്കാൻ ആഗ്രഹിക്കുന്ന മറുപടി ഈ ചോദ്യങ്ങൾക്കുള്ളതാണ്.